ജീവനക്കാരുടെ അഭിവാദ്യങ്ങൾ 10 വർഷക്കാലം കൊണ്ട് കേരളമാകെ കട്ടുമുടിച്ച് സതീശൻ അദ്ദേഹം അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രദേശത്ത് ഓരോ ആളുകളും ജനസാമാന്യം എന്ന് പറയുന്ന റോഡരികിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ശ്രീ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ കാണാൻ വളരെ സാമൂഹ്യം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ നിലനിൽക്കും. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇതൊരു ഉത്സവം പോലെ ആഘോഷിച്ച ഒരു സാഹചര്യമുണ്ടായി. ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുന്നത് 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. എല്ലാ വകുപ്പിലും, ശിക്ഷ പോലീസ് വകുപ്പിൽ ഉൾപ്പെടെയുള്ള DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആശ്ചര്യത്തോടെയാണ് 10 വർഷക്കാലം ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ജനസാമാന്യത്തെയും തന്റെ കാഴ്ചവട്ടത്തിൽ നിന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും കേരള ജനത കണക്കെട്ടി കൊടുത്ത ഒരു പ്രഹരമാണ് 102 സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത്. പല കാര്യങ്ങളും അവർ ഉപയോഗിച്ചു നോക്കി. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇടതുപക്ഷത്തിന്റെ സഖാക്കൾ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം കേരള ജനത തകർത്ത് നേതൃത്വമുള്ള ഐക്യമുന്നണി സർക്കാർ അധികാരത്തിലുള്ള സമയത്താണ് മുഴുവൻ മന്ത്രിസഭ ഒരു ദിവസം അധികാരം ഏറ്റെടുത്തത്. അതിനുശേഷം 40 വർഷത്തിന് ശേഷം 40 വർഷം അപ്പുറം 2026 ശ്രീ പുതിയുഗ കേരള പുലരിക്കായി പ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയ UDF സാരഥികൾക്ക് 1000 അഭിവാദ്യങ്ങൾ, ജീവനക്കാരുടെ അഭിവാദ്യങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ശക്തമായ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ പോയി പലതും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ശമ്പള പരിഷ്കരണം അടക്കം DA കുടിശ്ശിക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ട് നമുക്കറിയാം, ഇപ്രാവശ്യം ജീവനക്കാരുടെ ഇടയിൽ തന്നെ വലിയൊരു ശതമാനം ജീവനക്കാരും സൽപ്രവർത്തി ചെയ്തതായിട്ടാണ്. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും മാറി നിൽക്കരുത്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നവകേരള സദസ്സിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവൺമെന്റായിട്ടുള്ള അനിൽകുമാർ, അയാള് ഓടിച്ചിട്ട് തല്ലിച്ചതച്ച ഒരാളുടെ കേരളത്തിന്റെ MLA ആണ്, ആലപ്പുഴ MLA ആണ്. അഴിമതി ഭരണം തൂത്തെറിഞ്ഞ